പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദീർഘകാലം ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അല്പസമയത്തിനകം MN സ്മാരകത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് രാത്രിയിൽ ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും. രജീഷ് നരിക്കുനി ഉണ്ട് വിവരങ്ങളുമായി. രജീഷ്, എപ്പോഴായിരുന്നു ഈ ഒരു അന്ത്യം സംഭവിച്ചത്? ഇനി പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെ? അവണി അല്പസമയത്തിനകം തന്നെ MN സ്മാരകത്തിൽ പീരുമേട് MLA ആയ വാഴൂർ സോമന്റെ പൊതുദർശനം ആരംഭിക്കും. 8 മണി വരെയാണ് MN സ്മാരകത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം ഇന്ന് തന്നെ ഇടുക്കിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 72 വയസ്സായിരുന്നു. ശാസ്തമംഗലത്തിലെ ശ്രീരാമകൃഷ്ണൻ മിഷൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഇന്ന് റവന്യൂ അസംബ്ലിക്കിടെയായിരുന്നു കുഴഞ്ഞു വീണ് അദ്ദേഹം മരണമടഞ്ഞിരുന്നത്. പരിപാടിയിൽ പ്രസംഗിച്ചതിനു ശേഷം അദ്ദേഹം നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ റവന്യൂ ഉപമന്ത്രി K. രാജന്റെ വാഹനത്തിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയായ ശാസ്തമംഗലത്തിലെ ശ്രീരാമകൃഷ്ണൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പ് അതിന് പറ്റുന്ന തരത്തിലായിരുന്നില്ല ആരോഗ്യാവസ്ഥ. വളരെ മോശമായ സാഹചര്യത്തിൽ അവിടുന്ന് തന്നെ ചികിത്സിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം മരണമടയുകയായിരുന്നു. ദീർഘകാലം ട്രേഡ് യൂണിയൻ നേതാവായി പ്രവർത്തിച്ച ആളായിരുന്നു പീരുമേട് MLA ആയ വാഴൂർ സോമൻ. 2021 അദ്ദേഹം ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത്. അന്ന് അദ്ദേഹം 1000 മുകളിൽ വോട്ടുകൾക്ക് നേടിയായിരുന്നു അദ്ദേഹം വിജയിച്ചത്. 1835 വോട്ടുകൾക്ക് അന്ന് കേരള കോൺഗ്രസിലെ സിറിക് തോമസിനെ പരാജയപ്പെടുത്തിയാണ് വാഴൂർ സോമൻ നിയമസഭയിലേക്ക് എത്തുന്നത്. 1974 മുതൽ പൊതുരംഗത്ത് ഉണ്ട് വാഴൂർ സോമൻ എന്ന വ്യക്തി. നാട്ടുകാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവാണ്. ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. ഒരു സാധാരണക്കാരായിട്ടായിരുന്നു അദ്ദേഹം വാഴൂർ സോമൻ ജീവിച്ചത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. യാത്രയടക്കം നമുക്കറിയാം, പല ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടാണ് ഒരു MLA ജീപ്പിൽ സഞ്ചരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കാണാൻ പോകുന്നത് സാധാരണക്കാരുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ജീപ്പിൽ സഞ്ചരിക്കുന്നതാണ് എനിക്ക് അനുയോജ്യം. കാരണം മലകളും കുന്നുകളും കയറിയാണ് എനിക്ക് അവിടുത്തെ ആളുകളെ കാണേണ്ടതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിന് ഏറ്റവും സൗകര്യം ജീപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ ജീപ്പ് ഉപയോഗിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഇതിനിടയിൽ വാഴൂർ സോമൻ പറഞ്ഞതൊക്കെ നമ്മൾ എല്ലാവരും കേട്ടാണ്. 1952 സെപ്റ്റംബർ 14 വാഴൂർ സോമൻ ജനിച്ചത്. കോട്ടയത്തെ വാഴൂരിൽ പാപ്പന്റെയും പാർവതിയുടെയും മകനായിട്ടായിരുന്നു വാഴൂർ സോമൻ ജനിച്ചത്. പിന്നീട് രാഷ്ട്രീയം തുടങ്ങിയ കാലം മുതൽ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ സജീവമായി അദ്ദേഹം പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് കാര്യക്ഷേമ സമിതി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വെയർ ഹൗസ് കോർപ്പറേഷൻ അധ്യക്ഷൻ എന്നീ നിലയിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ പ്രവർത്തക സമിതി അംഗവുമാണ്. മരണവിവരം അറിഞ്ഞ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബിന്ദു സോമനാണ് ഭാര്യ. മക്കൾ സോബിത് എന്നിവരാണ് അദ്ദേഹത്തിന്റെ മക്കൾ. രാത്രി 8 മണിയോടെയാണ് MN സ്മാരകത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. ശേഷമാണ് മൃതദേഹം ഇടുക്കിയിലേക്ക് കൊണ്ടുപോകുക. മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒക്കെ നിലവിൽ ആശുപത്രിയിൽ എത്തുന്നുണ്ട്. യോഗത്തിൽ ഇടുക്കിയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച വാഴൂർ സോമൻ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് മറ്റ് MLA മാർക്കൊപ്പം പോകാൻ ഒരുങ്ങുമ്പോഴാണ് കുഴഞ്ഞ് വീണ് അദ്ദേഹം മരണമടഞ്ഞത്. റവന്യൂ മന്ത്രി K. രാജൻ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ K. രാജന്റെ വണ്ടിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. പടിയിറങ്ങുമ്പോൾ വല്ലായ്മ തോന്നുന്നെന്നും ഒന്ന് പിടിക്കണമെന്നും അദ്ദേഹം ഒപ്പമുള്ളവരോട് പറഞ്ഞു. ഉടൻ തന്നെ അടുത്തുള്ള ലൈബ്രറി മുറിയിലെ മേശയിലേക്ക് ഇരുത്തി ഉടൻ തന്നെ കാറിൽ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണമടയുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ അവിടേക്ക് ജില്ലാശുപത്രിയിൽ നിന്ന് വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രി മാറ്റാൻ ശ്രമിച്ചെങ്കിലും സ്ഥിതി വഷളായതിനെ തുടർന്ന് അവിടെ തന്നെ തുടരുകയായിരുന്നു. എന്തായാലും ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. വാഴൂർ സോമൻ MLA അന്തരിച്ചിരിക്കുകയാണ്. പീരുമേട് MLA ആയിരുന്നു അദ്ദേഹം. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. രജീഷ്, ഇനിയിപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? ഇടുക്കിയിലേക്ക് ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം ഇടുക്കിയിലേക്ക് കൊണ്ടുപോകുമെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ മൃതദേഹം അല്പസമയത്ത് തന്നെ MN സ്മാരകത്തിൽ എത്തിക്കും. അതിനുശേഷമാണ് 8 മണിയോടെ അദ്ദേഹത്തിന്റെ മൃതദേഹം
MN സ്മാരകത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. പാർട്ടി ആസ്ഥാനത്തെ ആണ് MN സ്മാരകം ഉള്ളത്. അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം ആണ് മൃതദേഹം രാത്രി തന്നെ ഇടുക്കിയിലേക്ക് കൊണ്ടുപോകുന്നത്. നാളെ വീട്ടിലും ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല. എന്തായാലും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ശ്രീരാമകൃഷ്ണ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ MN സ്മാരകത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തോടെ തന്നെ ഈ വാഹനം അവിടേക്ക് എത്തിച്ചേരും. എന്തായാലും MN സ്മാരകത്തിൽ പൊതുദർശനം വെച്ച ശേഷമാണ് മൃതദേഹം ഇടുക്കിയിലേക്ക് കൊണ്ടുപോകുക. CPIക്ക് ഒരു തീരാ നഷ്ടമെന്ന് നമുക്ക് പറയാം. കാരണം കരകളഞ്ഞ ഒരു നേതാവെന്ന് എപ്പോഴും വിളിക്കുന്ന ഒരാളാണ് വായൂർ സോമൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സാധാരണക്കാർക്കിടയിൽ നിന്നുമായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. ഇന്നും അദ്ദേഹം വന്നത് അത്തരത്തിൽ ഇടുക്കിയിലെ പ്രശ്നങ്ങൾ, റവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ സംസാരിക്കാനും ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുമായിരുന്നു ഇന്നും ഈ റവന്യൂ സെക്രട്ടറി യോഗത്തിൽ അസംബ്ലി യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയത്. ആ പരിപാടി കഴിഞ്ഞ് തന്റെ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ ശേഷം തിരിച്ച് ഇറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കൊഴിഞ്ഞു വീഴുകയും ചെയ്തത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും CPIക്കും ഒപ്പം തന്നെ ഇടുക്കിയിലെ ജനങ്ങൾക്കും തീരാ നഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എക്കാലവും സാധാരണക്കാർക്കൊപ്പം പ്രവർത്തിച്ച് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും തൊഴിലാളി പ്രസ്ഥാനത്തിനൊപ്പം നിന്ന ഒരു വ്യക്തി കൂടിയാണ് പീരുമേട് MLA വായൂർ സോമൻ. ശരി, രജീഷ് നെരുക്കുനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. 72 വയസ്സിലായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം. ദീർഘകാലം ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ MN സ്മാരകത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് രാത്രിയോടെ ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകളൊക്കെ അവിടെയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.